എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളില്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് പഠനം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഇനി എന്നാ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്? നമുക്ക് എക്സാമിനൊക്കെ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുൻപ് സിലബസ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അതേപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഏതാണ് തുടങ്ങിയതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വർഷം 2026 എനിക്കറിയാം പലരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ഒറ്റപ്പെട്ടുണ്ടായ സംഭവങ്ങൾ ഉണ്ടാകാം, പല ആളുകൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുകയോ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എപ്പോഴും എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ആ ഒരു ചിന്തയും കൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഈ വരുന്ന ഒരു 2026 ചിലർക്കും ജോലിയുടെ പ്രശ്നമായിരിക്കും, ഫാമിലി പ്രശ്നമായിരിക്കും, ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള പല പല പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർ അവസാനത്തോടു കൂടിയിട്ട് വരാൻ പോകുന്നൊരു എക്സാമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, സിലബസ് ഏതാണ്? അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ സിലബസും VFAയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉഷാറായിട്ട് അല്ലെങ്കിൽ ആ ഒരു തണുത്ത മട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നു നിങ്ങൾ ചിലപ്പം ദൈവമായിട്ട് നിങ്ങളുടെ നിമിത്തമായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പഠിച്ച് ഒരു ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ആദ്യത്തെ പ്രിഫറൻസും ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയും നമ്മുടെ LD പരീക്ഷയുടെയൊക്കെ മെയിൻസിൻ്റെ LDCയുടെയും VFAയുടെ ഒക്കെ എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ഓക്കെ, അതിൽ 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങൾ എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം? ആദ്യമേ നിങ്ങൾ പഠിക്കുമ്പം ഇപ്പോൾ നിങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതൊക്കെ ഇപ്പോൾ ഡെയിലി പത്രം വായിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് രേഖപ്പെടുത്തി പോവുകയാണെങ്കിൽ ഏറ്റവും മികച്ചത്. അതല്ലാത്ത പക്ഷം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് PDF ആയിട്ട് മന്ത്ലി, ഡെയിലി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിലൊന്ന് ജോയിൻ ചെയ്തോളൂ. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ആപ്പിൽ മന്ത്ലി മോക്ക് ടെസ്റ്റ്, കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മളുടെ മലയാളം എന്ന് പറയുന്നത് അല്ലേ. 10 മാർക്കാണ് മലയാളത്തിൻ്റെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മുടെ PYQ പ്രാക്ടീസ് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ചാനൽ VFAയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫ്രീ ക്ലാസ്സുകൾ, സ്പെഷ്യൽ നമ്മുടെ റിവിഷൻ മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മളത് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ മാത്സ് 10 മാർക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരുന്നുണ്ട്? ഇംഗ്ലീഷ് ഇവിടെ തന്നെ 20, 30, 40, 50 മാർക്കിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെ കിടക്കുന്നത്. പലവർക്കും ഇംഗ്ലീഷും മാത്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ പ്രപ്പോസിഷൻസ്, അത് ഏരിയാസ്, നൗൺസ്, അതൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ടെൻസസിൻ്റെ ഭാഗം മാത്രമായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പാടുള്ളതും എളുപ്പമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ സിലബസ് വെച്ച് പഠിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി അതുപോലെ ഇതിൻ്റെ സിലബസ് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് PDF വേണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അത് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലുണ്ടാകും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമുക്ക് സുപ്രധാന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മുടെ പോക്സോ അതൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആവർത്തന ഏരിയാസാണ്. അപ്പോൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ കലാ, കായിക, സംസ്കാരം, സാഹിത്യമൊക്കെ നമ്മുടെ കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ നമുക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബയോളജി കേട്ടോ. നമുക്ക് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നമുക്കിവിടെ 12 മാർക്കാണ് സയൻസിൻ്റെ വരുന്നത്. അതിൽ ആദ്യമേ തന്നെ നിങ്ങൾ ജീവശാസ്ത്രം പഠിക്കുക. അതിൽ വിറ്റമിൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ രോഗങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനുഷ്യ ശരീരം ലാസ്റ്റിലേക്ക് വയ്ക്കുക. അപ്പോൾ ലെങ്തി ടോപ്പിക് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ പല സബ്ജക്ട്സ് ഡിവൈഡ് ചെയ്തിട്ട് വേണം പഠിച്ചു തുടങ്ങാനായിട്ട് കേട്ടോ. ദെൻ ഇന്ത്യൻ ഭരണഘടന ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിൽ തന്നെ ലാസ്റ്റിലേക്ക് വെക്കുക ഇതൊക്കെ കേട്ടോ. അപ്പോൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന സമയത്ത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നദികൾ, ഇന്ത്യൻ നദികൾ, ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 50 ടോപ്പിക്കിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മസ്റ്റായിട്ട് ഒരു കാരണവശാലും കളയാതെ നിങ്ങൾ പഠിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട 50 ടോപ്പിക്കിൻ്റെ
ഏരിയ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ എടുത്തു തരാം. വേണമെങ്കിൽ അതിന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ചു നോക്കേണ്ട കാര്യങ്ങൾ, ബേസ് മുതലുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓരോന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ ചരിത്രം, കേരളം, ഇന്ത്യ, ലോകം അല്ലെ, ഇത് അത്യാവശ്യം നമുക്ക് വലിയ ഒരു ടോപ്പിക്കാണ്. ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓഫ്ലൈനിലെ കുട്ടികളും ഓൺലൈനിലെ കുട്ടികളും പറയുന്നത് മിസ് ഇയർ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ പറയാറുള്ളത് ടൈം ലൈൻ സെറ്റ് ചെയ്യുക, എഴുതി വയ്ക്കുക, ഭിത്തിയിൽ വയ്ക്കുക, ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് ഓരോ ദിവസം ഓരോ ഇയർ സെറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. മാക്സിമം നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. റിവിഷൻ ചെയ്ത് നമ്മൾ എത്ര നാളും കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ഞാനാണെങ്കിൽ പോലും ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് എപ്പോഴും റിവിഷൻ ആ ഒരു ഏരിയാസ് നമ്മൾ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക കേട്ടോ, പറയുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഭൂമിശാസ്ത്രം, ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇന്ത്യയുടെ നമുക്ക് നദികൾ, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി. ഇതൊക്കെ എന്താണെന്ന് പറയുക ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്ന ഏരിയയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യമേ പഠിച്ച് പോകേണ്ട ടോപ്പിക്സ് ഉണ്ട്. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഇനി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 150 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ തന്നാലോ. അതായത് ഓരോ ദിവസം നിങ്ങൾ എന്താ പഠിക്കേണ്ടത്. ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വിറ്റമിൻസിൻ്റെ ഒരു ക്ലാസ്, ഇംഗ്ലീഷിൻ്റെ ഒരു, അതായത് ഏറ്റവും കൂടുതൽ 50 മാർക്ക് നമ്മൾ പറഞ്ഞില്ല, 50 + 12 ആ ഒരു ഏരിയയിൽ 72 മാർക്കിൻ്റെ ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് ആദ്യം നമുക്ക് അതിൽ നിന്ന് പഠിച്ച് തുടങ്ങിയതിന് ശേഷം ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റിൽ തന്നെ പിവൈക്കും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ 8, 9, 10 അല്ലെങ്കിൽ നമ്മൾ 10, +1, +2 പഠിച്ച അത്രേ പാടില്ല നമ്മളിത് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യും. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഫസ്റ്റ് ടൈം പഠിച്ച കാര്യങ്ങളാണ് സ്കൂൾ തലങ്ങളിൽ പഠിച്ച കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുമ്പോൾ ചെറുതായിട്ട് ബ്രഷപ്പ് ചെയ്താൽ മതി നമ്മുടെ ഓർമ്മയൊക്കെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒക്കെ ഒന്ന് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ 150 ദിവസത്തെ സ്റ്റഡി പ്ലാനും അല്ലെങ്കിൽ 122 സ്റ്റഡി പ്ലാനാണ് നമുക്ക് കൊടുക്കുന്നത്, ഓരോരുത്തരുടെ ബേസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഡേ 1 നിങ്ങൾക്ക് 3 ടോപ്പിക് ഉണ്ടാവും. ആ 3 ടോപ്പിക്കും അതിൻ്റെ SCERT ചാപ്റ്റർ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും നോക്കാൻ പോകണ്ട, SCERT ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഠിച്ചതിൻ്റെ ഇത്രയും ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF നോട്ട്സും തരുന്നുണ്ട്, ഒരു മെൻറ്ററും തരുന്നുണ്ട്. അപ്പോൾ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, 150 മോക്ക് ടെസ്റ്റുകൾ, ദെൻ PYQ ബേസ് ചെയ്തിട്ടുള്ള വേറെ സെപ്പറേറ്റ് ടെസ്റ്റുകൾ, നിങ്ങൾക്കൊരു എക്സാം ക്രാക്ക് ചെയ്യേണ്ട എല്ലാ രീതിയിലുള്ള കോഴ്സുകളും അത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നാലോ, അതെങ്ങനെ ഉണ്ടാകും, അടിപൊളിയായിരിക്കത്തില്ലേ. അപ്പം നിങ്ങൾക്കൊരു ഓഫറാണ്. ഇതൊക്കെ പ്രമാണിച്ച് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബേവ്കോ LDC, കമ്പനി ബോർഡ് LGS അതിന് രണ്ടിനും പ്രിലിംസിൻ്റെയും PFയുടെ മെയിൻ ബാച്ചും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏകദേശം 2500 അടുത്താണ് നമുക്ക് കോസ്റ്റ് ഫീ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ എന്തുണ്ടാകും, നിങ്ങൾക്ക് കംപ്ലീറ്റ് ത്രൂ ഔട്ട് നമ്മുടെ ജേർണിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.